നമസ്കാരം. നവീൻ ബാബുവിന്റെ കേസ് നടക്കുന്നുണ്ട്, മറ്റു പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മൾ മറന്നുകൂടാത്ത ഒരു പേരുണ്ട്, KSRTC ഡ്രൈവർ യദു. യദുവിനെ ഏകദേശം ശിക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് കേരള പോലീസിന്റെ കേസും കാര്യങ്ങളും കൊണ്ട്. കോടതിയിലെത്തുമ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ മറികടന്നുകൊണ്ട് യദുവിനെ ശിക്ഷിക്കാനുള്ള സാധ്യതയാണ് കൂടി വരുന്നത്. അതായത് KSRTC ഡ്രൈവർ യദു കാറിലെ വന്നിരുന്ന വനിതാ യാത്രികയെ ലൈംഗിക ആക്ഷേപം കാണിച്ചു എന്നത് തെളിയുന്ന സാഹചര്യമാണ് നിലവിൽ വരുന്നത്. ഒരുപക്ഷെ നമുക്ക് തോന്നും നമ്മൾ അതൊന്നും കണ്ടിട്ടില്ലല്ലോ, നമ്മൾ കണ്ടത് മറ്റൊന്നാണല്ലോ, അത് തെളിവായി എടുക്കില്ലേ എന്ന്. ഇല്ല, അതാണ് നിലവിലുള്ള അവസ്ഥ. ഈ കേരളത്തിലെ ജനങ്ങൾ പ്രതികരണശേഷി ഇല്ലാത്തവരായി ഇരുന്നാൽ, മാധ്യമങ്ങൾ അവസരവാദ വാർത്തകൾക്ക് വേണ്ടി മാത്രമായി കാത്തു നിന്നാൽ, ഓരോ വാർത്തകളുടെയും ചൂട് മാറുമ്പോൾ അത് ഇട്ടെറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അതുകൊണ്ടാണ് ഡിഫറെന്റ് ആംഗിൾസ് ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മറ്റ് ചാനലുകളെ ഓർമ്മിപ്പിക്കുന്നത് ഇത്തരത്തിലൊരു സംഭവം ഇവിടെ നടന്നു എന്ന്. 8 മാസം മുമ്പ് നടന്ന സംഭവം എല്ലാവർക്കും അറിയാം. KSRTC ഡ്രൈവർ യദു ഏതാണ്ട് 18 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ, തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വാഹനം സീബ്ര ക്രോസിംഗിൽ മേയറുടെയും MLAയുടെയും വാഹനം കാറ് കൊണ്ട് തടഞ്ഞു നിർത്തി, വിലങ്ങനയിട്ട് നിർത്തി, നിയമവിരുദ്ധമായി നിർത്തി ഇട്ടത് ശേഷം യാത്രക്കാരെ മുഴുവൻ ആ ബസ്സിൽ നിന്ന് ഇറക്കിവിട്ട് KSRTC ഡ്രൈവറോട് കയർത്ത് ഇതൊക്കെ ചെയ്ത് ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ KSRTC ഡ്രൈവറെ പ്രതിയാക്കി കേസ് കൊടുത്തത് നമ്മൾ കണ്ടിരുന്നു. അതായത് അദ്ദേഹം ലൈംഗികമായ ആക്ഷേപം നടത്തി, അതായത് മുന്നിലെ പോയ കാറ്, ആ കാറുകാരെ പിന്നിലിരുന്ന ആ വനിതകളെ നോക്കി ലൈംഗിക ആക്ഷേപം കാണിച്ചു എന്നാണ്. മനുഷ്യനായിട്ടുള്ളവർ അല്ലെങ്കിൽ കുറച്ച് വിവരം ബോധമുള്ളവർ അവരെങ്ങനെ ചിന്തിച്ചാലും പിന്നിലിരിക്കുന്നവർക്ക് KSRTC ഡ്രൈവറെ കാണാൻ കഴിയില്ല എന്ന് മനസ്സിലാവും. പിന്നെ ഡ്രൈവർ കാണുന്നുണ്ടെങ്കിൽ അവരുടെ മിററിൽ കൂടി കാണാൻ കഴിഞ്ഞു എന്ന് വരാം. പക്ഷെ ഇവിടെ കാറിന്റെ പിൻസീറ്റിൽ ഇരുന്ന ഈ യുവതികൾ തല പിന്നിലേക്ക് തിരിച്ചു നോക്കിയപ്പോഴായിരിക്കും ഒരുപക്ഷെ കണ്ടത്. അതായത് KSRTC ഡ്രൈവർ തങ്ങളെ ലൈംഗികാക്ഷേപം കാണിക്കുന്നുണ്ടോ എന്ന് നോക്കി ഇരുന്നിട്ടുണ്ടാകണം. അതായിരുന്നു നിലവിലുള്ള അവസ്ഥ. പക്ഷെ അത് തെളിയിക്കാനാണ് ഇവിടെ പോലീസും സന്നാഹങ്ങളും ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് യദു ശിക്ഷിക്കപ്പെടുന്നത്? നിലവിലുള്ള അന്വേഷണം ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ യദുവിന് ശിക്ഷ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണ പരമ്പരയാണ് നടക്കുന്നത്. 2 FIRൽ നടക്കുന്ന കാര്യങ്ങൾ പറയാം. ഒരു FIRൽ വാഹനം നിർത്തിയതായിട്ട് തെളിവുണ്ട്, മറ്റേ FIRൽ അതിന് തെളിവില്ല. ആദ്യത്തെ FIRൽ ഡ്രൈവറുടെ ഡോർ തുറന്നുകൊണ്ട് KSRTC ഡ്രൈവറെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, അവരോട് കയർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു FIRൽ അതില്ല. അതുപോലെ ഈ KSRTC ഡ്രൈവറെ വാഹനം തടഞ്ഞു നിർത്തി ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു FIRൽ അതിന് യാതൊരു തെളിവുമില്ല. പക്ഷെ നമ്മളെല്ലാം കണ്ടതാണ്, പകൽ പോലെ നമ്മളെല്ലാം കണ്ടതാണ്. 8 മാസം മുമ്പ് CCTV ദൃശ്യങ്ങളിൽ നമ്മളെല്ലാം കണ്ടതാണ്. എല്ലാ ചാനലുകളും ആ വാർത്ത പ്രക്ഷേപണം ചെയ്തതുമാണ്, വീഡിയോ സഹിതം പ്രക്ഷേപണം നടത്തിയതാണ്. പക്ഷേ കേരള പോലീസ് കാണുന്നില്ല, അത് ഒരു FIRൽ കാണുന്നില്ല. അതേസമയം മറ്റേ FIRൽ ആ രേഖകളെല്ലാം ഉണ്ട്. ഒരു FIRൽ വീഡിയോ ദൃശ്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ അതേ ഇല്ലാത്ത വീഡിയോ ദൃശ്യങ്ങളെല്ലാം മറ്റേ FIRൽ ഉണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. ഒരേ സംഭവത്തിൽ കേസ് അന്വേഷിക്കുന്ന പോലീസ് 2 സംഭവത്തിൽ 2 രീതിയിലാണ് റിപ്പോർട്ട് വരുന്നത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, അവർക്ക് അവരുടെ നേതാക്കളെ, അവരുടെ വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ കഴിയുമെന്നതിന്റെ തെളിവ് കണ്ണൂരിൽ ADM നവീൻ ബാബുവിന്റെ കേസിൽ നമ്മൾ കണ്ടതല്ലേ. നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണ് എന്ന് ഏകദേശം ഉറച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തെളിഞ്ഞാൽ മതി. തെളിയിക്കുമെങ്കിൽ അന്വേഷണ ഏജൻസി CBI വന്നാൽ എന്തായാലും തെളിയും, പലരുടെയും തല ഉരുളും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ അവരെ രക്ഷിക്കാൻ, PPTVയെ രക്ഷിക്കാൻ വേണ്ടി കളിച്ച കളി നമുക്കറിയാമല്ലോ. നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് പത്തനംതിട്ടയിലെ CPM എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് വളരെ ശക്തമായി കേരള നേതൃത്വത്തിനെതിരെ, കണ്ണൂർ നേതൃത്വത്തിനെതിരെ ഒക്കെ ശക്തമായി പത്തനംതിട്ട നേതൃത്വം നിലകൊണ്ടത് എന്തിനു വേണ്ടിയായിരുന്നു? പിന്നീട് നമ്മൾ കണ്ടതാണ്. കണ്ണൂരിൽ നിന്ന് മതിയായ പോസ്റ്റ്മോർട്ടം നടത്താതെ കൊണ്ടുവന്ന മൃതദേഹത്തെ വളരെ പെട്ടെന്ന് തന്നെ കത്തിച്ച് കളയുന്നതിനാവശ്യമായ നേതൃത്വം കൊടുക്കുന്നതിനാണ് ജില്ലാ നേതൃത്വം ശ്രമിച്ചത്. അവിടെയാണ് CPM സ്വന്തം പാർട്ടി നേതാക്കളെ, സ്വന്തം അണികളെ ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന നാടകങ്ങൾ. അതിന് ഏതുവരെയും അവർ പോകും. അത് തന്നെയാണ് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടത്. KSRTC ഡ്രൈവർ യദു, അദ്ദേഹം പട്ടിണിയിലാണ്, അദ്ദേഹത്തിന്റെ ഉപജീവനത്തിന് വേണ്ട മാർഗങ്ങളൊന്ന് ചെയ്യണം, അദ്ദേഹത്തെ ജോലിയിൽ തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നെങ്കിലും ഒരു അറിയിപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യദു 2 മാസം കഴിഞ്ഞപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി KP ഗണേഷ് കുമാറിന് ഒരു കത്ത് കൊടുത്തത് നമ്മളെല്ലാം കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ കൊടുത്തു, അതിനുശേഷവും കൊടുത്തു. ഈ 2 പരാതി കൊടുത്തതിന് പുറമെ മാധ്യമങ്ങളും മറ്റെല്ലാം ക്യാമറയുടെ എല്ലാം മുന്നിൽ വെച്ചുകൊണ്ടാണ് 3ാമത് പരാതി എഴുതി തരൂ എന്ന് പറഞ്ഞപ്പോ യദു പരാതി എഴുതി കൊടുത്തത്. അതിനുശേഷവും മാസങ്ങൾ കഴിഞ്ഞു, ഇതുവരെ യാതൊരു നടപടിയുമില്ല. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് യദു എന്ന ചെറുപ്പക്കാരനെ ഇന്നും അറിയാം. 8 മാസത്തിന് ഇപ്പുറവും യദു എന്ന ചെറുപ്പക്കാരനെ അറിയാം. പക്ഷെ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് മാത്രം അറിയില്ല. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടോ എന്നും അറിയില്ല.
നാഴേക്ക് 40 വട്ടം എല്ലാ മേഖലകളിലും ഗുണവും ദോഷവുമായ എല്ലാ കാര്യങ്ങൾക്കും വിളിച്ച് വിശേഷം അന്വേഷിക്കുന്ന, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റും ലൈവിൽ വന്നുകൊണ്ട് എപ്പോഴും സംസാരിക്കുന്ന മന്ത്രിക്ക് പക്ഷെ യദുവിന്റെ പേര് ഈ കഴിഞ്ഞ 8 മാസമായി ഒരു അക്ഷരവും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. തുടക്കത്തിൽ ആദ്യം KSRTC ഡ്രൈവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന ഒരു പ്രസ്താവന നടത്തിയെങ്കിലും പിന്നീട് വായ മൂടി കെട്ടിയ ആ മോഡൽ ഇതുവരെ ആരും അഴിച്ചുവിട്ടിട്ടില്ല, അദ്ദേഹമായിട്ട് അഴിക്കാൻ തയ്യാറായിട്ടുമില്ല എന്നതാണ് വസ്തുത. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ നാടകങ്ങൾ കളിക്കുന്നത്? ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയാണോ ഇവിടെ ഈ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ അത്തരത്തിൽ സംസാരിക്കാൻ തയ്യാറാകാത്തത്? മാധ്യമങ്ങൾ സംസാരിക്കണ്ടേ? ഇങ്ങനെ മറന്നുപോയാൽ പറ്റില്ലല്ലോ. വല്ലപ്പോഴും ഇവിടെ നടക്കുന്ന നീതി സംവിധാനങ്ങളെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ നീതി നടപ്പിലാക്കാൻ വേണ്ടി കൂടി ശബ്ദിക്കണ്ടേ? കേവലം റീച്ചിന് വേണ്ടിയിട്ടോ മറ്റോ വെറുതെ സംസാരിച്ചാൽ മാത്രം മതിയോ? സാമൂഹ്യ പ്രതിബദ്ധത എന്നൊന്നില്ലേ? പൗരബോധം എന്നൊന്നില്ലേ? അതും കൂടി ചേരുമ്പോഴല്ലേ ഇവിടെ മാധ്യമ പ്രവർത്തനം ആകുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ മറന്നുപോകുന്നത്? ഏതോ ഒന്ന് ചെറുപ്പക്കാരൻ ഇന്നൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. കേരളത്തിലെ സാധാരണക്കാരായ ആയിരങ്ങളുടെ പ്രതീകമായിട്ടാണ് ഇത് നിൽക്കുന്നത്. ഉദാഹരണങ്ങൾ ധാരാളമാണ്. ഇവിടെ പാവപ്പെട്ടന്റെ തോളിൽ കയറുന്ന ഇടതുപക്ഷത്തിന്റെ നേതാക്കളായാലും SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് കരുതുന്ന ഗുണ്ടാസംഘത്തിന്റെ പ്രവർത്തകരായാലും ഇന്ന് നമ്മൾ കണ്ടതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ മേൽ ആക്രോശിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ വളഞ്ഞുകൊണ്ട് നിന്ന് സംസാരിക്കുന്നത്. അവസാനം പോലീസുകാർക്ക് ഗതികെട്ട് SFI ആണെന്ന് നോക്കാതെ അടിച്ചു നിരത്തുമെന്ന് പറയേണ്ടി വന്നു. അതാണ് അവസ്ഥ. അപ്പോൾ ആ നിലയിൽ പ്രവർത്തകരെ അഴിച്ചുവിട്ടുകൊണ്ട് അവർ കാണിക്കുന്ന സകല തെമ്മാടിത്തരത്തിനും സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്താലും അവരെ സംരക്ഷിക്കും എന്ന് സർക്കാർ സംരക്ഷിച്ചുകൊള്ളും, അല്ലെങ്കിൽ ഇടതുപക്ഷം സംരക്ഷിച്ചുകൊള്ളും എന്ന രീതിയിലേക്ക് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. മേയറായാലും MLA ആയാലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പടിക്ക് പുറത്താണിട്ടോ എന്നൊരു സന്ദേശം കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല. വാശിയുടെ പുറത്ത് താനൊരു മേയറാണ്, താൻ ആരോ ആണ് എന്ന മട്ടിൽ അന്ന് ധിക്കാരം കാണിച്ചപ്പോ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് പൊലിഞ്ഞു പോയത്. എത്ര നാളാ കുടുംബം പട്ടിണി കിടന്നു. നല്ലവരായ കേരളത്തിലെ ജനം ഏതാനും പേർ അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ട് മാത്രമാണ് ആ കുടുംബം പട്ടിണിയിൽ നിന്നൊരു അല്പം രക്ഷപ്പെട്ടത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ വല്ലപ്പോഴും കിട്ടുന്ന ആ പ്രൈവറ്റ് ബസ്സിലെ ആ ഒഴിവുള്ള സമയത്തുള്ള ഒരു സർവീസ്, അതുകൊണ്ടാണ് അയാൾ കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഒരു കുട്ടിയുണ്ട്, അതിന്റെ വിദ്യാഭ്യാസം ചെലവില്ലേ, അതിന്റെ മാതാപിതാക്കളില്ലേ, ആ വൃദ്ധരായ മാതാപിതാക്കളുണ്ട്, അവരെ കാര്യങ്ങൾ നോക്കണ്ടേ? നമുക്കറിയാം ഇന്നത്തെ നിലയിൽ ഒരു കുടുംബത്തിന്റെ ചെലവ് എന്നാൽ എന്താണെന്നുള്ളത്. കേവലം 715 രൂപയ്ക്ക് ദിവസക്കൂലി ചെയ്തിരുന്ന ഒരു സാധാരണക്കാരന്റെ മേൽ തന്റെ അധികാരത്തിന്റെ ഗർവും ആ ചെങ്കോലിന്റെ അടയാളവും പതിക്കാൻ ശ്രമിച്ച ഒരു രാജാവിന്റെ ഒരു ധിക്കാരമാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചക്രവർത്തിയുടെ ആ ഒരു മനോഭാവവും ഇത് രണ്ടും കൂടി ആവുമ്പോൾ ഈ സാധാരണക്കാരെ ജനം എങ്ങനെ ജീവിക്കണമെന്നാണ് പറയുന്നത്. Different angles. Don't forget to subscribe and support this channel.